ഓക്കെ, ഡ്രോപ്പ് ഷാഡോ എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഷാഡോ വേണമെങ്കിൽ അവിടെ നമുക്കൊരു ഒബ്ജക്റ്റ് വേണം. ആ ഒബ്ജക്റ്റ് എന്തും ആവാം, ടെക്സ്റ്റ് ആവാം, ഇമേജ് ആവാം, അല്ലെങ്കിൽ ഷേപ്പുകളാവാം, നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് വരയ്ക്കുന്ന എന്ത് ഒബ്ജക്റ്റും ആവാം. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ഒരു ഷേപ്പാണ്. അതിനായിട്ട് നമ്മൾ ഷേപ്പ് ടൂളിലേക്ക് പോയിട്ടുണ്ട്. മുമ്പ് നോക്കിയ ഷേപ്പ് ടൂൾ തന്നെയാണ്. അതിനകത്തുനിന്ന് ഒരു റെക്റ്റാങ്കിൾ ടൂൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ റെക്ടാങ്കിൾ ടൂളിന് കളർ മാറ്റുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആദ്യത്തെ വീഡിയോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്, അതിന് ജസ്റ്റ് സെൻറ്ററിലോട്ട്. ഇനി ഇതിനെങ്ങനെ ഷാഡോ കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് റെക്ടാങ്കിൾ ലെയർ സെലക്ട് ചെയ്തു. അതിനുശേഷം ആഡ് ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലാസ്റ്റ് കിടക്കുന്ന ഓപ്ഷനാണ് ഡ്രോപ്പ് ഷാഡോ. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിവിടെ ഡ്രോപ്പ് ഷാഡോ ഓൾറെഡി കാസ്റ്റ് ആയിട്ടുണ്ട്, ഷാഡോ ഇപ്പം വന്നിട്ടുണ്ട്. ഫോട്ടോഷോപ്പിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഷാഡോ നമ്മുടെ ഒബ്ജക്റ്റിന് ഒരു ലൈഫ് കൊടുക്കും. അതായത് ഇപ്പം ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനൊരു 3D എഫക്റ്റും അതിന് പൊതുവെ ഒരു ജീവൻ കൊടുക്കും ഈ ഡ്രോപ്പ് ഷാഡോ. കുറേ ഇടത്ത് ഡിസൈനേഴ്സ് ഇത് യൂസ് ചെയ്യുന്നത് കാണാം. നമ്മുടെ വെബ്സൈറ്റുകളാണെങ്കിലും പല ലോഗോ ഡിസൈനുകളും അങ്ങനെയൊക്കെ ഡ്രോപ്പ് ഷാഡോ കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഉപകാരങ്ങളുണ്ട്. ഇതെങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ലെയർ വിൻഡോയുടെ താഴെ ആഡ് ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞ, അതായത് FX എന്ന് പറഞ്ഞ ഒരു ഐക്കൺ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലാസ്റ്റ് കിടക്കുന്ന ഓപ്ഷനാണ് ഡ്രോപ്പ് ഷാഡോ. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഡ്രോപ്പ് ഷാഡോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഡ്രോപ്പ് ഷാഡോയുടെ കളർ മാറ്റാം. ഈ കളർ മാറ്റിയിട്ട് നമുക്ക് വേറൊരു ഷാഡോ, ഒബ്വിയസ്ലി ബ്ലാക്ക് കളറാണ്, പക്ഷെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഷാഡോയുടെ കളർ മാറ്റാൻ പറ്റും. ജസ്റ്റ് ആ കളർ ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. കണ്ടോ, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് തന്നെയാണ് വെക്കുന്നത്, ആ ഒരു ഷാഡോയുടെ എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഷാഡോയുടെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കിടപ്പുണ്ട്. ബ്ലെൻഡിങ് ഓപ്ഷൻ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് നോക്കാം. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷാഡോയുടെ ഹാർഡ്നെസ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി എന്ന് പറയാം. അതായത് ട്രാൻസ്പെറൻസി എന്ന് ഞാൻ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നത്, ആ ഒരു ട്രാൻസ്പെറൻസിയുടെ കൺട്രോളാണ് നമ്മൾ ഒപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷാഡോയ്ക്ക് മാത്രമല്ല, ഫോട്ടോഷോപ്പിൽ ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും, ഫോട്ടോ ആയിക്കോട്ടെ, ഷേപ്പ് ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, എനിത്തിങ്, എല്ലാ കാര്യത്തിനും നമുക്ക് ഒപ്പാസിറ്റി ബാധകമാണ് ഫോട്ടോഷോപ്പിൽ. ആ ഒപ്പാസിറ്റിയാണ് ഇവിടെ കേട്ടോ. ഞാനിവിടെ ഒപ്പാസിറ്റി കൂട്ടിയപ്പോൾ ഷാഡോയുടെ ട്രാൻസ്പെറൻസി കുറയുന്നുണ്ട്. അതേസമയം ഒപ്പാസിറ്റി കുറയ്ക്കുകയാണെങ്കിൽ ഷാഡോയുടെ ട്രാൻസ്പെറൻസി കൂടുന്നുണ്ട്. ഞാൻ ഇവിടെ ഒപ്പാസിറ്റി കൂടുമ്പം ട്രാൻസ്പെറൻസി കുറയുന്നുണ്ട്. നമുക്ക് ഷാഡോയുടെ പുറയിലുള്ള സാധനങ്ങൾ കാണാൻ പറ്റാതാകുന്നുണ്ട്. അതേസമയം ഒപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ ട്രാൻസ്പെറൻസി കൂടുന്നുണ്ട്. അതാണ് നമ്മൾ ഒപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാസ്റ്റ് ആയിരിക്കുന്ന ഷാഡോ ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ലൈറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റുക എന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് ഈ ഭാഗത്താണ് വരുന്നത്, അപ്പോൾ ഷാഡോ കാസ്റ്റ് ആവുന്നത് ഈ ഭാഗത്ത്. ആ ഒരു ഐഡിയയിൽ മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ ബേസിക്കലി ലൈറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റുക, അത്രേ ഉള്ളൂ ഈ ആംഗിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു രീതി. അടുത്ത ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റിൽ നിന്ന് എത്ര അകലെ വേണം ഷാഡോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഡിസ്റ്റൻസ് ഓപ്ഷനാണ്. ഇതിപ്പോൾ അടുത്താണ് ഇരിക്കുന്നത്, അതായത് ഒബ്ജക്റ്റിൻ്റെ തൊട്ട് ബാക്കിലാണ് ഷാഡോ കാസ്റ്റ് ആയിരിക്കുന്നത്. അത് മാറ്റിയിട്ട് കുറച്ചുകൂടെ അകലെ, കണ്ടോ, ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് വിട്ട് ഒരുപാട് അകലെ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ദൂരത്തേക്ക് ഷാഡോ പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, അങ്ങനെ ആരും കൊടുക്കാറുമില്ല. പിന്നെ എന്തിനാണ് ഡ്രോപ്പ് ഷാഡോ കൊടുക്കുന്നത്? അപ്പോൾ ഞാൻ അത്രയും ദൂരത്ത് കൊടുക്കുന്നില്ല, കുറച്ചടുത്ത് വെക്കുക. കേട്ടോ, ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്നാണ്, ഷാഡോ ഇവിടെ കാസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി സ്പ്രെഡ്. എത്രത്തോളം സ്ഥലത്തേക്ക് ഷാഡോ സ്പ്രെഡ് ആവണമെന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ സ്പ്രെഡ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. സ്പ്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അകലത്തേക്ക് അല്ലെങ്കിൽ എത്രത്തോളം പിക്സലിലേക്ക് ഷാഡോ വേണമെന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് ഒരുപാട് സ്ഥലത്തേക്ക് ഷാഡോ സ്പ്രെഡ് ആകുന്നുണ്ട്. ഇനി അത് വേണ്ട, നമുക്ക് കുറച്ച് സ്ഥലത്തേക്ക് മാത്രം മതിയെങ്കിൽ ഷാഡോ അത്രയും സ്ഥലത്തേക്ക്, നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാത്രം ചുരുങ്ങി വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സൈസ്, ഷാഡോയുടെ സൈസ് മനസ്സിലായോ? ഷാഡോയുടെ സൈസ്, സ്പ്രെഡ് വേറെയാണ്, സൈസ് വേറെയാണ്. സ്പ്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഡോ എത്രത്തോളം സ്ഥലത്തേക്ക് വേണമെന്നുള്ളതാണ്. അടുത്ത സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഷാഡോയുടെ സൈസ് വലുതാക്കാൻ. കണ്ടോ, 250 പിക്സൽ വരെയുള്ളൂ മാക്സിമം ഷാഡോയുടെ സൈറ്റ്. അതായത് ഷാഡോയുടെ സൈസ് ഈ സ്പ്രെഡും
സൈസും തമ്മിൽ തെറ്റിപ്പോരുത്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം സ്ഥലത്തേക്ക് നമുക്ക് ഷാഡോ കാസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഷാഡോയുടെ സൈസ് എത്രത്തോളം, അതായത് ഷാഡോ എത്ര വലുതായിട്ട് വേണമെന്നുള്ളതാണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരുപോലെയാണ്, പക്ഷേ കൺഫ്യൂഷൻ വരേണ്ട കാര്യവും ഇല്ല. അപ്പോൾ നമ്മൾ ഷാഡോയുടെ കളറിൻ്റെ കാര്യം നോക്കി, ആംഗിൾ സെറ്റ് ചെയ്യാൻ നോക്കി, ഡിസ്റ്റൻസ് അതായത് എത്ര ദൂരത്തേക്ക് ഷാഡോ കാസ്റ്റ് ചെയ്യണം എന്ന് നോക്കി, എത്ര സ്ഥലത്തേക്ക് ഷാഡോ സ്പ്രെഡ് ചെയ്യണമെന്ന് നമ്മൾ നോക്കി, ഷാഡോയുടെ സൈസ് വലുതാക്കാൻ നോക്കി. വേറൊരു ടിപ്പ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇത് അധികം ആർക്കും അറിയാമെന്ന് എനിക്കറിയില്ല, ഞാൻ തന്നെ ഇത് ആക്സിഡൻ്റലി കണ്ടുപിടിച്ചതാണ്. നമുക്കിവിടെ ഇതിട്ട് തിരിക്കാതെയോ ഇതിട്ട് വലിക്കാതെയോ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ആംഗിളും ഡിസ്റ്റൻസും മാത്രം. അതിനായിട്ട് നമ്മൾ ഇവിടെ കാസ്റ്റ് ആയിരിക്കുന്ന ഷാഡോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് കൊണ്ട്. എന്നിട്ട് അതൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആംഗിളും ഡിസ്റ്റൻസും നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടുത്തെ ആംഗിൾ ഇത് കറക്റ്റ് ആക്കണമല്ലോ, ആ ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടോ, കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഡിസ്റ്റൻസും ആംഗിളും മാത്രം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പ്രെഡും സൈസും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. ആ ഷാഡോ അവിടെ കാണും. കണ്ടോ, ഇപ്പോൾ ഒരു ലെയർ സ്റ്റൈൽ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന എഫക്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് ഡ്രോപ്പ് ഷാഡോ. എഫക്ട്സിൽ ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞ ലെയർ സ്റ്റൈലാണ് നമ്മൾ ആഡ് ചെയ്തത്. അത് വേണമെങ്കിൽ ഓണും ഓഫും വെക്കാം. ഈ കണ്ണിൻ്റെ പടം ക്ലോസ് ചെയ്താൽ ഓക്കെ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ കേട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.